ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ബാംഗ്ലൂരത്തെ ഒരു നോമ്പറിന്റെ വീഡിയോ ആണ്. ഞാനും ഇതും മാത്രമേ ഉള്ളൂ. സാറ്റർഡേ ആണ്, അല്ലാത്ത ദിവസം ഓഫീസ് പോണം കൊണ്ട് വീഡിയോ എടുക്കലോ ആക്കലോ ഒന്നും നടക്കൂല. ഐശ്വര്യമായിട്ട് തന്നെ ജ്യൂസ് മറിച്ചിട്ട് സ്റ്റാർട്ട് ആക്കാം. വേഗം എല്ലാം ആക്കി വെക്കാന്ന് പറയുമ്പോ ഇങ്ങനെ ഓരോന്നും മറിയുമ്പോ ആവൂലേ. അതൊക്കെ വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ച് കടിയായിട്ട് മുട്ട ബജ്ജിയും കായ്പോളയാണ് ആക്കുന്നത്. മുട്ട വേഗം വെച്ചിട്ടുണ്ടായി, പിന്നെ സെമിയാക്കി പോലെ മസാല ആക്കാൻ പറഞ്ഞിട്ട് എല്ലാം മുറിച്ചിട്ട് അതെല്ലാം സെറ്റാക്കി ഉള്ളിയെല്ലാം പാട്ടിയിട്ട് അതിലേക്ക് മുട്ടന്റെ മഞ്ഞ ഇട്ടിട്ട് നല്ല ഉടച്ച് മിക്സ് ആക്കി, പിന്നെ അതേപോലെ മൈദന്റെ മാവും കലക്കി വെച്ച് മുട്ട പൊരിക്കാനുള്ളത്. അപ്പത്തിനും ഇത് വന്നിട്ട് ഗ്യാസ് എല്ലാം ഓൺ ആക്കുന്നുണ്ട്. പൊരിക്കാനുള്ള എണ്ണെല്ലാം ഒഴിച്ച് വെച്ചിന്. പിന്നെ കായ്പോളാക്കാൻ എല്ലാം മുറിച്ചിട്ട് സെലീനെ വിളിച്ചിട്ടുണ്ടായി എങ്ങനെ ആക്കാനെന്ന്. ഞാൻ എന്താക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഉമ്മാക്ക് സെമിക്ക് സെലിക്കാർക്കും ഒരാൾക്കും വിളിച്ച് ചോദിച്ചിട്ടേ ആക്കുള്ളൂ. മുട്ടന്റെ മാവ് അതിലേക്ക് ഒഴിച്ച് ഞാൻ ഇതെല്ലാം ആക്കുമ്പോഴേക്കും ഇതുണ്ടായി മുട്ടന്റെ ഉള്ളിൽ ആ മസാല എല്ലാം നിറച്ചിട്ട് കൊടുന്നു വെച്ച് അതെല്ലാം ഓരോന്നായിട്ട് പൊരിച്ചെടുത്ത് പൊരിക്കുമ്പോ പേടിയുണ്ടായി പൊട്ടിത്തെറിക്കൊന്ന്. ദൂരം നിന്നിട്ട് ഇട്ടിട്ട് ഓടി. പിന്നെ ടൂത്ത് പീക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, അവിടെ ഉണ്ടായി ഒരു കത്രിയും കൊണ്ട് കുത്തി നോക്കി. കുറച്ചുകൂടി വേഗണായിരുന്നു. അങ്ങനെ വെച്ചപ്പൊക്കെ കുറച്ചാ കത്തിപ്പോയി. സാറിലെ ക്രിസ്പി കായ്പോള പറഞ്ഞിട്ട് മിതുവിനെ പറ്റിക്കാം. ഇത് അപ്പത്തിന് ചായ വെക്കാൻ വന്നിട്ടുണ്ടായി. ഞാന് ആ പാത്രം എല്ലാം കഴുകി വെച്ചു. നോമ്പ് പറഞ്ഞിട്ടായിട്ടൊന്ന് നീക്കാൻ വരെ കഴിയൂല. അപ്പൊ ഇതെല്ലാം കാണുമ്പോ സുസ്താവും. വേഗം അതെല്ലാം കഴുകി വെച്ചു. അങ്ങനെ എല്ലാം ടേബിൾമ കൊടുന്ന് വെച്ചിട്ട് മസാല നമ്മള് നോമ്പ് പറഞ്ഞ് എല്ലാം പാങ്ങുണ്ടായി. നോമ്പ് പറഞ്ഞിട്ടായിട്ട് തിന്നാന് ഇറച്ചി ഇതൊന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ മസാല റൈസ് ആക്കിയിട്ടുണ്ടായി. അതിന്റെ റെസിപ്പി എല്ലാം ആയിട്ട് നാളത്തെ വീഡിയോയിലിടാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ.